JS നേച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ചെടികൾ മാറ്റി നടുന്ന സമയത്ത്, അതായത് ഒരു ചെടി തൈയോ അല്ലെങ്കിൽ പഴത്തിൻ്റെയോ മറ്റേതെങ്കിലും തൈകൾ മാറ്റി നടുന്ന സമയത്ത് അത് മണ്ണിൽ പിടിക്കാതിരിക്കുക, അതായത് അതിൻ്റെ വേര് പിടിക്കാതിരിക്കുക, വാടിപ്പോവുക, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെങ്കിൽ അതിനുള്ളൊരു പരിഹാര മാർഗ്ഗമായിട്ടാണ് JS നേച്ചറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ JS നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഈ തൈകളൊക്കെ മുളപ്പിക്കുന്ന സമയത്ത്, അതായത് വിത്ത് പാകി മുളപ്പിക്കുന്ന സമയത്ത് നല്ല ചകിരിച്ചോറ്, മണൽ, ചാണകപ്പൊടി എന്നീ പോട്ട് മിക്സൊക്കെ മിശ്രിതമായി ഉപയോഗിച്ചാവും നിങ്ങൾ വിത്ത് പാകി മുളപ്പിച്ചെടുക്കുന്നുണ്ടാവുക. അത് ഒരു ചെടി രൂപമായിട്ട് മാറ്റി നടുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മുളപ്പിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് മണ്ണായിരിക്കും. ഈ ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ് ഒക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൂട്ടേജ് പാസിങ്ങിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നടക്കുകയും അത് സോഫ്റ്റ് മണ്ണായിരിക്കുകയും ചെയ്യും. പിന്നീട് ഈ ചെടി വളർത്തിയെടുക്കാൻ വേണ്ടി മാറ്റി നടുന്ന സമയത്ത്, അല്ലെങ്കിൽ നേരെ മണ്ണിലേക്ക് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വലിയ പോട്ടിലേക്ക് വെക്കുന്ന സമയത്ത് അതിൻ്റെ കമ്പ് വാടി പോവുക എന്നുള്ളൊരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ചകിരി കമ്പോസ്റ്റ് എന്ന ഈ സാധനം ഉപയോഗിച്ചാൽ അതിനെല്ലാം ഒരു പരിഹാര മാർഗമാവും. അതായത് ഈ ഒരു കമ്പോസ്റ്റ് ഉപയോഗിച്ച് മാറ്റി നടുന്ന സമയത്ത് ചെടി ഒന്ന് പിടിച്ചു നിൽക്കുന്നത്, മണ്ണിലൊന്ന് പിടിച്ചു നിൽക്കുന്നത് വരെ അതിന് വളരാനുള്ള എല്ലാ സാഹചര്യവും ഈ കമ്പോസ്റ്റിൽ നിന്ന് ലഭിക്കും. അല്ലാതെ നേരിട്ട് നിങ്ങൾ മണ്ണിലേക്ക് മാറ്റി വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് അതിന് ചെടിയുടെ വേര് വളരാനുള്ളൊരു സാഹചര്യം ആ മണ്ണിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നത്. അത് ചെടിയൊന്ന് പിടിച്ചു കിട്ടുന്നത് വരെ, നിലനിന്ന് വരുന്നത് വരെ ഈ ഒരു കമ്പോസ്റ്റ് അതിനെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ മാറ്റി നടുന്ന സമയത്ത് ഈ ഒരു കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മാറ്റി നടാൻ ഉപയോഗിക്കുന്ന മണ്ണിൽ ഒരു ഏകദേശം ഒരു ചെറിയ തൈയാണ് നമ്മൾ മാറ്റി നടുന്നതെങ്കിൽ ഒരു ചെറിയ കുഴി രൂപത്തിലാക്കിയിട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം ഈ കമ്പോസ്റ്റ് അതിലേക്ക് നിറച്ച് അതിലൊരു ചെറിയ ഭാഗം എടുത്തിട്ട് വേണം നമ്മൾ ഈ തൈ നടാനായിട്ട്. ഞാൻ മാറ്റി വെക്കുന്ന സമയത്ത് ഒട്ടുമിക്ക സമയത്തും ഈ ഒരു രീതി തന്നെയാണ് തുടരാറുള്ളത്. അതായത് അത് പൂച്ചെടികളാണെങ്കിലും പച്ചക്കറികളുടെ തൈകളാണെങ്കിലും ഈ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അത് ഗ്രോ ബാഗിലേക്ക് വെക്കുകയാണെങ്കിലും നേരിട്ട് മണ്ണിലേക്ക് വെക്കുകയാണെങ്കിലും ചെടിച്ചട്ടിയിലേക്ക് വെക്കുകയാണെങ്കിൽ പോലും ഈ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഏകദേശം ഒരു കുഴി എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു കമ്പോസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതിലാണ് ഈ തൈകളൊക്കെ നടാറുള്ളത്. ഈ ഒരു കമ്പോസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചെറിയ വിത്തുകളൊക്കെ മുളപ്പിക്കാനായിട്ടും പറ്റും കേട്ടോ. അതായത് വളരെ നൈസായി പെറ്റോണിയുടെ ഫ്ലവർ സീഡൊക്കെ മുളപ്പിക്കാനും ഏറ്റവും നല്ലൊരു മെത്തഡാണ് ഈ ഒരു കമ്പോസ്റ്റ്. നിങ്ങൾക്ക് ഇതുവരെ മുളപ്പിച്ചെടുക്കാൻ കഴിയാത്ത വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചകിരി കമ്പോസ്റ്റ് ഉപയോഗിച്ച് മുളപ്പിക്കുകയാണെങ്കിൽ അത് എന്തായാലും മുളപ്പിച്ച് കിട്ടും. അതായത് പെറ്റോണിയുടെ ഒക്കെ നൈസ് വിത്താണ്, അതൊക്കെ എന്തായാലും മുളപ്പിക്കാൻ പറ്റും ഈ ഒരു കമ്പോസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ. ഈ ഒരു കമ്പോസ്റ്റിന് വില എന്ന് പറയുന്നത് 40 രൂപയുള്ളൂ. നിങ്ങളുടെ അടുത്തുള്ള ജൈവവളം വിൽക്കുന്ന കടകളിൽ, അതുപോലെ തന്നെ വിത്ത് വിൽക്കുന്ന, ചെടികൾ വിൽക്കുന്ന കടകളിലൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. 40 രൂപ 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഒരു കമ്പോസ്റ്റ് നിങ്ങളുടെ അടുത്തുനിന്നൊന്നും മേടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വാട്സപ്പുമായി എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ JS നേച്ചറിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.